വിവാദ സിനിമ ദ കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസും സിപിഎമ്മും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സിപിഎമ്മും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പരാതി നൽകി. ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ചും നടത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നായിരുന്നു കേന്ദ്രമന്ത്രി വി. മുരളീധരന്റെ പ്രതികരണം. ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് സിനിമ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കമെന്നാരോപിച്ചാണ് പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം ദി കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കേരളം ഇതാണ് എന്ന് ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സർക്കാർ ഏത് നിലയിലേക്കും പോകും എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സിപിഐഎമ്മും പരാതി നൽകി. മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കുത്തിനിറച്ച സിനിമയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തിനിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിന്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദൂരദർശൻ സംഘദർശനായി മാറിയെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കുറ്റപ്പെടുത്തി. എല്ലാവരും ഇപ്പോൾ പറയുന്നത് ദൂരദർശനല്ല, ദൂരദർശൻ സംഘദർശനാണ്. അതിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശക്തമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. ഇതുകൊണ്ടൊന്നും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം സിനിമാ സംപ്രേഷണം ചെയ്യുന്നതിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി വി. മുരളീധരനും രംഗത്തെത്തി. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കണം എന്ന് പറയുന്ന ആളുകൾ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവാദ സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം പ്രചാരണ വിഷയമാക്കുകയാണ് ഇടതു വലതു മുന്നണികൾ. വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി ഏറെ ശ്രദ്ധേയം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.